നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോ നമ്മുടെ ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ചില ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും പിന്നെ ഈ പറഞ്ഞ കുറെ ചില യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് പിന്നീട് വീഡിയോസ് വരുന്നുണ്ട്. അപ്സര പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അതായത് എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്സര പുറത്തായോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റസ്മിനാണ് പുറത്തായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് അത് തന്നെയായിരുന്നു സത്യം, റസ്മിനാണ് പുറത്തായത്. ഇനി അപ്സര പുറത്തായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്സര ഒന്നും പുറത്തായിട്ടില്ല. ഇവിടെ ആ കൂടി ഒരു എവിക്ഷനെ നടന്നിട്ടുള്ളൂ. അത് റസ്മിനാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ കൺഫർമേഷൻ. വേറെ ആരും പുറത്തായിട്ടില്ല. അപ്സരയോ മറ്റാരും പുറത്തായിട്ടില്ല. ഈ കാണുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ വരുന്നതൊക്കെ ഈ പറഞ്ഞ കുറച്ച് ഫേക്ക് ന്യൂസുകൾ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്സര പുറത്തായിട്ടില്ല. ഇവിടെ പുറത്തായത് നമ്മുടെ നിഖർ റാണി റസ്മിനാണ് പുറത്തായത്. മറ്റൊന്നുമില്ല, കുറച്ച് അഹങ്കാരത്തിന് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. വീട്ടിലൊക്കെ പോയിരുന്ന് ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞു. ഇത്രയും സത്യം പറഞ്ഞാൽ ഒരു ഇതായിട്ട് വന്നിട്ട്, ഒരു കോമഡറായിട്ട് വന്നിട്ട് ഇത്രയും കാലം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നല്ലൊരു മത്സരാർത്ഥി കൂടിയായിരുന്നു. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ്, ഈ പറഞ്ഞ കുറെ അടുത്ത് ഫ്രണ്ട്ഷിപ്പും ലവ് കോംബോ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ലവ് കോംബോ ഉണ്ടാക്കുന്നവർക്ക് അവിടെ ഒരു ദൂതനായി ഒരു വേണ്ടിയിട്ട് പോയി കിട്ടുന്ന നീ അവളെ ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഒരു ദൂതന്റെ ഒരു സ്റ്റാൻഡ് പിടിക്കുകയും പലപ്പോഴും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. അതായത് നോറയുടെ കേസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ജാസ്മിന്റെ കേസ്, അവിടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് വിചാരിച്ച് ഇവൾ പലതും പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെയാണ് ഇവൾക്ക് തിരിച്ചടി ആയത് എന്നുള്ളതും അതുപോലെ തന്നെ ജിൻഡപ്പന്റെ എതിരായിട്ട് ഇവൾ നിന്ന ജിൻഡപ്പനെ വിളിച്ച വാക്കുകൾ ഡോ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ വളരെ അരോചകമായിട്ടാണ് പ്രേക്ഷകരെടുത്തത്. മനസ്സിലായത് ഇത്രയും പ്രായം ചേർന്ന അല്ലെങ്കിൽ ഇത്രയും വയസ്സിന് മൂത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഡോ എന്ന് വിളിക്കുകയും അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുമല്ല ഈ പറയുന്ന ലവ് കോംബോ ഉണ്ടാക്കാൻ ശ്രീധുവിനോടും പലരിടത്തും ക്രഷ് തോന്നി. സൂര്യനോടായിക്കോട്ടെ, ഈ അർജുനോടായിക്കോട്ടെ, പിന്നീട് ഈ പറയുന്ന ലാസ്റ്റ് പറഞ്ഞ ഗബ്രിയോടുകൂടി തനിക്ക് ക്രഷ് തോന്നി എന്നൊക്കെ പറഞ്ഞത് പ്രേക്ഷകരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് വളർത്തിയത്. അതിന്റെയൊക്കെ അനന്തരഫലമാണ് റസ്മിൻ എന്ന് പുറത്തായത്. മറ്റാരും പുറത്തായില്ല. അപ്സര സേഫാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.